കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ കോമൺ കോഴ്സ് ആയിട്ടുള്ള റീഡിങ്സ് ഓൺ ഇന്ത്യൻ ലിറ്ററേച്ചർ അതിലെ ആദ്യത്തെ ക്ലാസ് മമാങ് ദായുടെ കവിത സ്മോൾ ടൗൺസ് ആൻഡ് ദ റിവർ എന്ന ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കണ്ടാൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും. മൈ ഗോൾ ഈസ് ടു ഹെൽപ്പ് യു സ്കോർ ഹൈ മാർക്സ്. 5 ഞാൻ ഈ ക്ലാസ് തിരിച്ചിട്ടുള്ളത്. ആദ്യ ഭാഗത്ത് കവിയെക്കുറിച്ച് ഒരു 3-4 വാക്ക്, പിന്നെ ഇൻട്രൊഡക്ഷൻ ടു ദ പോം, എന്താണ് ഈ കവിത എന്ന് നമുക്കറിയണം. ദെൻ എ ഷോർട്ട് സമ്മറി ഓഫ് ദ പോം, നമ്മളൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യനോ ഒക്കെ എഴുതാനായിട്ട് നമുക്കൊരു ഷോർട്ട് സമ്മറി. ദെൻ വി ഗോ ഓൺ ടു ദ പോം അനാലിസിസ്, കാരണം ഒരു എസ്സേ ഒക്കെ എഴുതണമെങ്കിൽ ഒന്ന് ഓടിച്ചു നോക്കുന്നു. Then we discuss some questions and we wind up. Before that, I personally want to thank you from the depth of my heart for being here and learning from me. And if you don't know me, you're for the first time, my name is Pradeep Hariharan. I'm an assistant professor and also a certified IELTS trainer. Are you ready to learn? Let's start the class. അപ്പോൾ നമുക്കൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യനോ എസ്സോ എഴുതണമെങ്കിൽ കവിയെക്കുറിച്ച് ഒരു 4 വരി അറിയണം. അപ്പോൾ മമാങ് ദായ് ഒരുപക്ഷെ MANGDAI നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. കേൾക്കാൻ സാധ്യതയില്ലാത്ത ഒരു എഴുത്തുകാരിയാണ് മമാങ് ദായ് എന്ന് പറയുന്നത്. അപ്പോൾ അവരെക്കുറിച്ച് നമുക്ക് ആദ്യമായി നോക്കാം. മമാങ് ദായ് എന്ന് പറയുന്ന കവയത്രി, ഷീ ബിലോങ്സ് ടു അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിൽ നിന്നും വരുന്ന ഒരു കവയത്രിയാണ് മമാങ് ദായ്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഷി വാസ് ദ ഫസ്റ്റ് IAS ഓഫീസർ ഫ്രം അരുണാചൽ പ്രദേശ് എന്നാണ് പറയുന്നത്. 1979 അവർക്കത് കിട്ടുന്നത്. ആൻഡ് പ്രസൻ്റ്ലി പിന്നെ അവരത് ഗിവ് അപ്പ് ചെയ്തു ഫോർ ജേർണലിസം. ഷീ ഈസ് നോൺ ആസ് എൻ ഇന്ത്യൻ പോയറ്റ്, നോവലിസ്റ്റ് ആൻഡ് ജേർണലിസ്റ്റ്. അപ്പോൾ അതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് വി മസ്റ്റ് റെഫർ സം ഓഫ് എ ഫേമസ് വർക്ക്. ഫോർ എക്സാമ്പിൾ ദ ലെജൻഡ്സ് ഓഫ് പെൻസാം, ദ ബ്ലാക്ക് ഹിൽ ആൻഡ് എസ്കേപ്പിംഗ് ദ ലാൻഡ്. ആൻഡ് ഷി വാസ് awarded പത്മശ്രീ ഇൻ 2011. സോ അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ആദ്യത്തെ പാരഗ്രാഫിൽ എഴുതണം മമാങ് ദായ് വാസ് ഇന്ത്യൻ പോയറ്റ്, നോവലിസ്റ്റ് ആൻഡ് ജേർണലിസ്റ്റ്. ഷി വാസ് ദ ഫസ്റ്റ് IAS officer from Arunachal Pradesh. Her famous work include all these, and she was also awarded പത്മശ്രീ in 2011. ഇത്രയും പോയിന്റ് എഴുതുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുവിധം പകുതി പേജായി ഉണ്ടാവും. അത് ധാരാളമാണ്. ഇനി എന്താണ് ഈ കവിത? സ്മോൾ ടൗൺസ് ആൻഡ് ദ റിവർ, അതായത് ചെറുപട്ടണങ്ങളും നദി എന്നാണ് മലയാളത്തിൽ പറയുന്നത്. നോട്ട് എൻ ഇൻട്രസ്റ്റിംഗ് ടൈറ്റിൽ. പെട്ടെന്ന് നമുക്കൊരു ക്യൂരിയോസിറ്റി ഒന്നും വരുന്ന ടൈറ്റിലല്ല. അപ്പോൾ എനിക്ക് വന്നില്ല, ഇനി നിങ്ങളുടെ കാര്യം എന്താ എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് ഈ പോം എപ്പോൾ പബ്ലിഷ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഈ കവിത, ദിസ് പോം ഫോംസ് ദ പാർട്ട് ഓഫ് എ പോയിട്രി കളക്ഷൻ നോൺ ആസ് റിവർ പോംസ്. ഓക്കെ, പോയംസ് എന്ന് മലയാളത്തിലും ഇംഗ്ലീഷിൽ പോംസ് എന്നാണ് പറയുന്നത്. റിവർ പോംസ് പബ്ലിഷ്ഡ് ഇൻ 2004. അപ്പോൾ ആദ്യത്തെ പോയിന്റ് 2004 റിവർ പോംസ്, ഓർക്കാൻ തന്നെ സുഖമാണ്. സ്മോൾ ടൗൺസ് ആൻഡ് ദ റിവർ എന്ന് പറയുന്നു. റിവർ പോംസിലെ ഒരു കവിതയാണ് ഇത് വരുന്നത്. എന്താണ് ഇത് പറയുന്നത്? ഈ കവിതയുടെ തീം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നഗരത്തെയും നദിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും പ്രധാനമായിട്ട് ലൈഫ് ആൻഡ് ഡെത്ത് എന്നുള്ളതാണ് ഇതിൻ്റെ തീം. സോ ഇറ്റ് റിഫ്ലെക്ട്സ് ഓൺ ദ തീം ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത് ആൻഡ് എൻഡ്യൂറിങ് നേച്ചർ ഓഫ് റിച്വൽസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സ്മോൾ ടൗൺ. അതായത് ഒരു ചെറുപട്ടണത്തിൽ, അപ്പോൾ നമ്മുടെ ചെറുപട്ടണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കുഗ്രാമം എന്ന് പറഞ്ഞാൽ പോലും അരുണാചൽ പ്രദേശിൻ്റെ ചെറുപട്ടണം ആവില്ല. അത്രയ്ക്കും ഇൻറ്റീരിയറും ഡെവലപ്മെൻറ്റും കുറഞ്ഞ സ്ഥലമാണ് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ചെറുപട്ടണത്തിലെ ഒരു കാര്യമാണ് അവർ പറയുന്നത്. ദെൻ ഈ പോം എന്ന് പറയുന്നത് പ്യോർലി അരുണാചൽ പ്രദേശിലെ ഒരു പോമാണ്. ഇറ്റ്സ് ക്യാപ്ചേഴ്സ് ദ സ്പിരിറ്റ് ഓഫ് അരുണാചൽ പ്രദേശ് എന്നാണ് പറയുന്നത്. ദെൻ ദ ഫോർത്ത് പോയിന്റ് ഈസ് ദാറ്റ് ആസ് ഐ ടോൾഡ് യു, നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ഈ നാട്ടിൻപുറത്തൊക്കെ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ ഫ്ലക്സ് ഒന്നും അടിച്ച് വെക്കേണ്ട. നമ്മളിങ്ങനെ ഒന്ന് അന്വേഷിച്ചാൽ തന്നെ കൃത്യമായിട്ട് ഓട്ടോക്കാരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. പക്ഷേ ടൗണിലെ അവസ്ഥ എങ്ങനെയല്ല. അപ്പോൾ ഇവിടെ അതേപോലത്തെ ഒരു ടൗണിൽ ഒരു മരണവും അതിൻ്റേതായിട്ടൊരു, അപ്പോൾ അവിടുത്തെ ഒരു ദുഃഖം എന്ന് പറഞ്ഞാൽ എല്ലാവരും ദുഃഖിക്കും. ഞാനൊക്കെ ഒരു ഗ്രാമത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു മരണം നടന്നു പറഞ്ഞാൽ നാച്ചുറലി വി ഓൾ ഫീൽ ബാഡ്, കാരണം നമുക്ക് ഇവരെല്ലാവരും അറിയാം. ഓക്കെ, അപ്പോൾ അതേപോലെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കറിയാലോ ഇന്ത്യൻ സിറ്റിസൺസ് എന്ന് പറയുന്ന സ്മോൾ ടൗൺസിൽ ദേ ആർ ക്ലോസ്ലി നിറ്റ്. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം എന്ത് പണിയാണ് ചെയ്യുന്നത്, എവിടേക്കാണ് പോകുന്നത്. എസ്പെഷ്യലി നാട്ടിൻപുറത്ത് ജീവിക്കുന്ന എനിക്കത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റണം. ദെൻ അപ്പോൾ ഈ പോകത്തിൻ്റെ ഒരു അതാണ് പറയുന്നത്. അപ്പോൾ മോറോവർ the poem speaks about the moral character of individuals living in small towns and rural areas. ഇപ്പോൾ ചില ടൗണിലൊക്കെ ഇവിടെ നമ്മൾ വഴിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുക ആദ്യം, എന്നിട്ടേ വഴി പറഞ്ഞു തരുള്ളൂ. ബിക്കോസ് അത്രയ്ക്ക് സ്നേഹമാണ് അവർക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് പോം എന്ന് പറയുന്നത് 2004 റിവർ പോംസിൻ്റെ ഇതിലാണ് ഇറങ്ങിയതാണ്. ഇറ്റ് സ്പീക്സ് അബൌട്ട് ദ തീം ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത്. മോർ ഇമ്പോർട്ടൻ്റ്ലി ഇറ്റ് ക്യാപ്ചേഴ്സ് ദ സ്പിരിറ്റ് ഓഫ് അരുണാചൽ പ്രദേശ്. ഇറ്റ് സ്പീക്സ് അബൌട്ട് ദ ഇന്റർ കണക്റ്റഡ്നെസ് ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത്. അതായത് നമുക്കറിയാലോ മരണവും ജീവിതവും ഒരുമിച്ച്
ഇടചേർന്ന് കിടക്കുന്നു, ഇഴചേർന്ന് കിടക്കുന്നു, സോറി എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നു. നൗ വി കം ടു ദ ഷോർട്ട് സമ്മറി. ഒരു 7 സ്റ്റാൻസേ ഉള്ളൂ, വളരെ കുഞ്ഞു പോമാണ്. സ്റ്റാൻസാസ് ആർ നോട്ട് ഈക്വൽ ഇൻ ലെങ്ത്. അത് നമ്മൾ അടുത്ത ഇതിൽ ഞങ്ങൾ കാണിച്ചു തരാം, കണ്ടിട്ടില്ലെങ്കിൽ. അപ്പോൾ ആദ്യത്തെ 2 സ്റ്റേൻസ് നമുക്കറിയാം, ഒരു പോയതിന് ഇൻട്രൊഡക്ഷൻ വേണം. മമാങ്തായ് എന്ന് പറയുന്ന ഒരു സ്മോൾ ടൗണിലെ ഒരു എന്താ പറയുക, ഷീ പ്രസൻസ് ദ പിക്ചേഴ്സ് ഓഫ് എ സ്മോൾ ടൗൺ. ഇറ്റ് ഡസൻ ചേഞ്ച്. ഒരു ഡസ്റ്റി ഗ്ലൂമി പിക്ചർ ഓഫ് സ്മോൾ ടൗൺസ് ഇൻ ദ ഫസ്റ്റ് 2 stanzas. ദെൻ ഷീ സ്പീക്സ് അബൌട്ട് ദ ഡെത്ത് ഓഫ് എ പേഴ്സൺ. അത് അവരുടെ ക്ലോസ് ആയിട്ട് ആരുമല്ല, സംബഡി ഡൈഡ് ഇൻ ദ സ്മോൾ ടൗൺ. ദെൻ ഷീ സ്പീക്സ് അബൌട്ട് ദ റിവർ. അപ്പോൾ അരുണാചൽ പ്രദേശിലെ റിവേഴ്സിന് പ്രത്യേകതയുണ്ട്, നിങ്ങൾക്കറിയാലോ. മഴക്കാലത്തും തണുപ്പ് കാലത്തും അത് ഘനീഭവിച്ച് കിടക്കും, ഫ്രോസൺ ആയിരിക്കും. വേനൽക്കാലത്ത് മഞ്ഞുരുകുമ്പോൾ കുത്തിയൊലിച്ചൊഴുകും. അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് തിരിച്ചാണ്. നമുക്ക് മഴക്കാലത്ത് നദി കുത്തിയൊലിച്ചൊഴുകുമ്പോൾ വേനൽക്കാലത്ത് നമുക്കറിയാലോ തീരെ വെള്ളം ഉണ്ടാവില്ല, സ്കാൻറ്റി വാട്ടർ ആയിരിക്കും. പക്ഷേ അരുണാചൽ പ്രദേശിൽ അങ്ങനെയല്ല. അപ്പോൾ ആ ഒരു കൾച്ചർ കൂടി അവരത് പറയുന്നുണ്ട്. ദെൻ ഈ നദിയുടെ ഒഴുക്ക് ആത്മാവിൻ്റെ ഒരു എന്താ പറയുക, ഫാസ്റ്റായിട്ടൊരു മൂവ്മെൻ്റ് ആയിട്ടാണ് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദ കോൺസെപ്റ്റ് ഓഫ് ആഫ്റ്റർ ലൈഫ്, നിങ്ങൾക്കറിയാലോ എല്ലാ മതത്തിലും മരണശേഷം ഒരു മരണാനന്തരമായ ഒരു ജീവിതം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. എസ്പെഷ്യലി നമ്മൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു, നമ്മുടെ ആത്മാവ് അതിലേക്ക് എത്തുമെന്നോ. അപ്പോൾ അതേപോലത്തെ ഒരു ഡീപ്ലി കണക്റ്റഡ് ആയിട്ട് തീം കൂടിയുണ്ട്. ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ സംസ്കാരത്തിൽ പലതും ഈ ഗ്രാൻഡ് പാരൻസ് ഒക്കെ മരിച്ചു പോകുമ്പോൾ അവർ സ്വർഗത്തുണ്ട് എന്നൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു വിശ്വാസം എന്ന് വെച്ചാൽ ദേ ആർ ലിവിങ് സംവെയർ എന്ന് പറഞ്ഞിട്ടാണ്, ദേ ക്യാൻ സീ വാട്ട് വി ആർ ഡൂയിങ്. അപ്പോൾ ഒരുപക്ഷെ ഇന്നത്തെ ഒരു 21-ാം നൂറ്റാണ്ടിൽ അങ്ങനെ ഒരു സംസ്കാരം ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഞാനൊക്കെ വളർന്ന ഒരു സമയത്ത് അങ്ങനെയായിരുന്നു. അപ്പോൾ ആ കാര്യം കൂടിയാണ് ഇതിൽ പറയുന്നത്. ഇനി നമുക്ക് കവിതയിലേക്ക് വരാം. ഞാൻ പറഞ്ഞ പോലെ 7 സ്റ്റാൻസാസുള്ള ഒരു സ്മോൾ പോമാണിത്, സ്മോൾ ടൗൺസ് ആൻഡ് ദ റിവർ. അപ്പോൾ ആദ്യത്തെ സ്റ്റേൻസിൽ എന്താണ് കവയത്തിൽ പറയുന്നത്? സ്മോൾ ടൗൺസ് ഓൾവേസ് റിമൈൻഡ് മീ ഓഫ് ഡെത്ത്. അതായത് ചെറുപട്ടണങ്ങൾ എന്നെ ഓർമ്മപ്പെടുന്നത് മരണത്തെയാണ്, മരണമാണ് എന്നാണ് പറയുന്നത്. മൈ സ്മോൾ ടൗൺ ലൈസ് കാംലി എമിഡ്സ് ദ ട്രീസ്. ഇറ്റ് ഈസ് ഓൾവേസ് ദ സെയിം ഇൻ സമ്മർ ആൻഡ് വിന്റർ. ഇത് എൻ്റെ ചെറിയ പട്ടണം എന്ന് പറയുന്നത് ഏത് ക്ലൈമറ്റിലും ഒരേപോലെയാണ്. എങ്ങനെയാണ്? ലൈസ് കാംലി എമിഡ്സ് ദ ട്രീസ്. അപ്പോൾ വനാന്തരങ്ങളുടെ ഉള്ളിലാണ് ഈ അരുണാചൽ പ്രദേശിലെ കുഞ്ഞു പട്ടണം ഉള്ളത്. വിത്ത് ഡസ്റ്റ് ഫ്ലൈയിങ് ഓർ ദ വിൻഡ് ഹൗളിംഗ് ഡൗൺ ദ ഗോർജ്. അതായത് ഗോർജ് എന്ന് പറഞ്ഞാൽ വലിയ കിടങ്ങാണ്. അപ്പോൾ കിടങ്ങൾക്കിടയിൽ കൂടെ കാറ്റ് ചൂളം കുത്തി പോകുന്നതോ അല്ലെങ്കിൽ പൊടി പറക്കുന്നതോ ആയി ഒരു മാറ്റമില്ലാത്ത ഒരു ചെറിയ പട്ടണമാണ് എൻ്റേത്. വനാന്തരങ്ങൾക്കുള്ളിൽ, ട്രീയുടെ ഉള്ളിൽ. അതേസമയം അതിനോർക്കുമ്പോൾ എനിക്ക് ഒരു മരണമാണ് ഓർമ്മ വരുന്നതെന്ന് പറയുന്നത്. ജസ്റ്റ് ദി അതർ ഡേ സം വൺ ഡൈഡ്. പിന്നെ അവരൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ഒരു ദിവസം ഒരാളവിടെ മരിച്ചുപോയി. ഇൻ ദ ഡ്രെഡ്ഫുൾ സൈലൻസ് വി വെപ്റ്റ്. അതായത് ഒരാൾ മരിച്ചു പോകുമ്പോൾ യു ഹാവ് ടു റെസ്പെക്ട് ഹിം. അപ്പോൾ എല്ലാവരും നിശബ്ദരാണ്, അപ്പോൾ എല്ലാവരും ദുഃഖിക്കുകയാണ്. കാരണം എവരിബഡി നോസ് ഈച്ച് അതർ. ലുക്കിംഗ് അറ്റ് ദ സാഡ് റീത്ത് ഓഫ് ട്യൂബർ റോസസ്. അപ്പോൾ ട്യൂബർ റോസസ് എന്ന് പറയുന്നത് നമ്മുടെ റോസ് അല്ല, എൻ്റെ പിക്ചർ ഞാൻ ഇവിടെ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ റീത്താണ് അരുണാചൽ പ്രദേശിൽ വെക്കാറ്. അപ്പോൾ അത് കാണുമ്പോൾ ഞങ്ങൾ കരഞ്ഞു എന്നാണ് പറയുന്നത്. ലൈഫ് ആൻഡ് ഡെത്ത് ഓൺലി ദ റിച്വൽസ് ആർ പെർമനൻറ്റ്. അതായത് അവിടെയാണ് എറ്റേണൽ നേച്ചർ ഓഫ് ഇതെന്ന് പറയുന്നത്. ജീവിതം മരണം ഇത് കാലങ്ങളായി നടക്കുന്ന ഒരു സംഭവമാണ്. അതിൽ ചില ആചാരങ്ങൾ മാത്രമേ പെർമനൻ്റ് ആയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഹൈലി ഫിലോസോഫിക്കലായ സംഭവമാണ്. നമുക്കൊരു ഡിഗ്രി 3rd സെമസ്റ്റർ 18-19 വയസ്സുള്ള കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഒരു കോൺസെപ്റ്റ് അല്ല, അത് നിങ്ങളുടെ കുറ്റവുമല്ല. ദെൻ പിന്നെ അവർ നദിയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ആദ്യം പട്ടണത്തെക്കുറിച്ച് പറഞ്ഞു, പിന്നെ ഒരു നദിയെക്കുറിച്ചാണ് പറയുന്നത്. ദ റിവർ ഹാസ് എ സോൾ. നദിക്കൊരു ആത്മാവുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ വണ്ടർ ചെയ്യും, നദിക്ക് ആത്മാവുണ്ടോ? എന്തുകൊണ്ടാണ് അവർ പറയുന്നത്? ഇൻ സമ്മർ ഇറ്റ് കട്ട്സ് ത്രൂ ദ ലാൻഡ് ലൈക്ക് എ ടോറന്റ് ഓഫ് ഗ്രേപ്പ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഹിമാലയം ഉരുകി വേനൽക്കാലത്താണ് നദി നല്ല കുത്തിയൊലിച്ചൊഴുകുന്നത്, മഴക്കാലത്ത് അത് ഫ്രോസൺ ആണ്. അപ്പോൾ ഇൻ സമ്മർ ഇറ്റ് കട്ട്സ് ത്രൂ ദ ലാൻഡ് ലൈക്ക് എ ടോറന്റ് ഓഫ് ഗ്രേപ്പ്. അതായത് ദുഃഖം ഇങ്ങനെ അടങ്ങാത്ത ദുഃഖം അടക്കി വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ പുറത്തേക്ക് പൊട്ടി ഒഴുകില്ലേ, അതിനാണ് ടോറന്റ് ഓഫ് ഗ്രേപ്പ് എന്ന് പറയുന്നത്. അതുപോലെയാണ് നദി വേനൽക്കാലത്ത് ഒഴുകുന്നത് എന്ന് അവർ പറയുന്നത്. സംടൈംസ് ഐ തിങ്ക് ഇറ്റ് ഹോൾഡ്സ് ഇറ്റ്സ് ബ്രെത്ത് സീക്കിംഗ് എ ലാൻഡ് ഓഫ് ഫിഷ് ആൻഡ് സ്റ്റാർസ്. ചില സമയത്ത് എനിക്ക് തോന്നുന്നു അത് അതിൻ്റെ ബ്രീത്ത് ഒരു മിനിറ്റ് പിടിച്ചു വയ്ക്കുന്നു. നമ്മളിങ്ങനെ ദുഃഖം വരും, ഇങ്ങനെ ബ്രീത്ത് പിടിക്കുമല്ലോ, അതേപോലെ പിടിച്ചു വയ്ക്കുന്നു. എന്തിനാണ്? ലുക്കിംഗ് ഫോർ ലാൻഡ് ഓഫ് ഫിഷ് ആൻഡ് സ്റ്റാർസ്. അതായത് ബ്രൈറ്റ് ഫ്യൂച്ചർ, അല്ലെങ്കിൽ ഒരു ദൈവത്തിലേക്കുള്ള ഇതെന്നാണ് അവർ പറയുന്നത്. ദെൻ ഷീ റിപ്പീറ്റ്സ് ദ തിങ്, ദ റിവർ ഹാസ് എ സോൾ. നദിക്ക് ആത്മാവുണ്ട്. ഇറ്റ് നോസ് the stretching past the town from the first drop of rain to the dry earth and mist on the mountain tops. The river knows the immortality of water. എന്തുകൊണ്ടാണ് നദിക്ക് ആത്മാവുണ്ടെന്ന് പറഞ്ഞത്? അത് മലമുകളെ അറിയാം, അതിന് പല പട്ടണങ്ങളെ അറിയാം, ഫസ്റ്റ് ഡ്രോപ്പ് ഓഫ് റെയിൻ അറിയാം. ദെൻ ദ റിവർ നോസ് ദ ഇമ്മോർട്ടാലിറ്റി ഓഫ് വാട്ടർ. അതായത് വെള്ളത്തിന് മരണമില്ല,
നിങ്ങൾക്കറിയാലോ. അതായത് മഴക്കാലത്ത് മഴ പെയ്യും, വേനൽക്കാലത്ത് ഡ്രൈ ആവും, മഴക്കാലത്ത് മഴ പെയ്യും. അതേപോലെയാണ് ലൈഫ് ആൻഡ് ഡെത്ത്, ലൈഫ് ആൻഡ് ഡെത്ത്. അതുകൊണ്ടാണ് നദിക്ക് സോൾ ഉണ്ടെന്നവർ പറയുന്നത്. ദെൻ ഷി അഗെയിൻ ഗോസ് ബാക്ക് ടു അനദർ ഇൻസിഡന്റ്. അപ്പോൾ ആദ്യം ഒരു മരണത്തെക്കുറിച്ച് പറഞ്ഞു. എ ഷ്രൈൻ ഓഫ് ഹാപ്പി പിക്ചേഴ്സ് മാർക്സ് ദ ഡേയ്സ് ഓഫ് ചൈൽഡ്ഹുഡ്. നമ്മുടെ എല്ലാം ചൈൽഡ്ഹുഡിന് നമുക്കറിയാലോ മനോഹരമായ നല്ല പിക്ചേഴ്സ് ഉണ്ട്. അത് തന്നെയാണ് ഇവിടെയും കവിയത്തിൽ പറയുന്നത്. സ്മോൾ ടൗൺസ് ഗ്രോ വിത്ത് ആങ്സൈറ്റി ഫോർ ദ ഫ്യൂച്ചർ. ചെറു പട്ടണങ്ങളിലെ ജനങ്ങൾക്ക് എന്താണ്, ദർ ഇസ് എൻ ആങ്സൈറ്റി ഫോർ ദ ഫ്യൂച്ചർ. ദ ഡെഡ് ആർ പ്ലേസ്ഡ് ടുവേർഡ്സ് വെസ്റ്റ്. മരിച്ചവർ നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഭാഗത്തൊക്കെ ഈ പടിഞ്ഞാട്ട് കിടക്കരുത് അല്ലെങ്കിൽ തെക്കോട്ട് എടുക്കുക എന്ന് പറയും. പക്ഷേ ഇതിൽ അവർ വെസ്റ്റ് എന്നാണ് പറയുന്നത്. പടിഞ്ഞാട്ട് ആണ് അവിടെ മരിച്ചവരെ വെക്കുന്നത്. വെൻ സോൾ റൈസസ്, പക്ഷേ മരണശേഷം ആത്മാവ് ഉയരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് വിൽ വാക്ക് ഇൻ ടു ദ ഗോൾഡൻ ഈസ്റ്റ്. അപ്പോൾ മരണശേഷം ആത്മാവ് ഉയർന്ന് അത് കിഴക്കോട്ട് പോകും എന്നാണ് പറയുന്നത്. ഇൻ ദ ഹൗസ് ഓഫ് ദ സൺ. അപ്പോൾ അവരുടെ ഒരു വിശ്വാസം അങ്ങനെയാണ്, ആത്മാവ് സൂര്യനുമായി ചേരുന്നു. പിന്നെ അവരുടെ വീടിനെ കുറിച്ചാണ് പറയുന്നത്. ഇൻ ദ കൂൾ ബാംബൂ റിസ്റ്റോർഡ് ഇൻ സൺലൈറ്റ് ലൈഫ് മാറ്റേഴ്സ് ലൈക്ക് ദിസ്. അതായത് അവരുടെ ബാംബൂ ഹട്ട്സ് ആണ് അരുണാചൽ പ്രദേശിൽ. അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക, ലൈഫ് മാറ്റേഴ്സ് ലൈക്ക് ദിസ്. ചെറിയ പട്ടണമാണെങ്കിലും ജീവൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ മരണവും നിങ്ങളെ വേദനിപ്പിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഇൻ സ്മോൾ ടൗൺസ് ബൈ ദ റിവർ വി ഓൾ വാണ്ട് ടു വാക്ക് വിത്ത് ദ ഗോഡ്സ്. അതായത് ചെറിയ നദിയോട് ചേർന്ന ചെറു പട്ടണങ്ങളിലും ഞങ്ങൾക്കും വി ടു ഹാവ് അംബിഷൻസ് ടു വാക്ക് വിത്ത് ദ ഗോഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ ടച്ചിങ് ആയിട്ടുള്ള അരുണാചൽ പ്രദേശിൽ വന്നിട്ടുള്ള ഒരു എഴുത്തുകാരി അവരുടെ ഒരു ആത്മദുഃഖം കൂടി പറയുന്നതാണ്. ഇനി അവസാനം നമുക്ക് ഒരു 5 ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. വാട്ട് ഡസ് ദ പോം മീൻ ബൈ ഡ്രെഡ്ഫുൾ സൈലൻസ് എന്നൊരു വാക്ക്. ഡ്രെഡ്ഫുൾ സൈലൻസിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് റെഫേഴ്സ് ടു സോംബർ ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ ദാറ്റ് ഫോളോസ് എ ഡെത്ത് ഇൻ എ സ്മോൾ ടൗൺ. അതായത് ഒരു ചെറിയ ടൗണിൽ ഒരു മരണം നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു എന്താ പറയുക, സോംബർ എന്ന് പറഞ്ഞാൽ ദുഃഖാർദ്രമായ, ക്വയറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൈലൻ്റ് ആയിട്ട് അറ്റ്മോസ്ഫിയർ ഉണ്ടാവും. അതിനാണ് ഡ്രെഡ്ഫുൾ സൈലൻസ് എന്ന് പറയുന്നത്. അതായത് പിൻ ഡ്രോപ്പ് സൈലൻസ്. ഒരു മരണം നടന്നാൽ എല്ലാവരും ആ മരണത്തെ ബഹുമാനിക്കും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. 2, ദ റിവർ ഹാസ് എ സോൾ. വാട്ട് ഡസ് ഇറ്റ് മീൻ ബൈ ദാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ റിവർ എന്ന് പറയുന്നത് റിവറിൻ്റെ ഒഴുക്ക്, അതിൻ്റെ സ്പീഡിൽ അതിലൊരു ആത്മാവുണ്ടോ എന്ന് പോയിട്ട് തോന്നുന്നത്. ദ റിവർ പൊസസസ് സോൾ. കാരണം അതിന് മൂവ്മെൻ്റ് ഉണ്ട്. സിംബലൈസിങ് ഡീപ്പ് സ്പിരിച്വൽ കണക്ഷൻ വിത്ത് നേച്ചർ. ചിലപ്പോൾ പെട്ടെന്ന് ഇതൊരു സാധാരണ ഇതിനൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം കുറച്ച് ഫിലോസോഫിക്കലാണ്. അപ്പോൾ അതുകൊണ്ട് വിഷമിക്കരുത്, നിങ്ങളുടെ കുറ്റമല്ല. പോം അത്ര കട്ടിയാണ്. ദെൻ കമൻറ്റ് ഓൺ ദ എക്സ്പ്രഷൻ ടോറൻറ്റ് ആൻഡ് ഗ്രിഫ്. ടോറൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല, നേച്ചർ ഓഫ് റിവർ ആണ്. അതെന്താണ് പറയുന്നത്, ഈ കുത്തിയൊലിച്ചു പോകുന്ന നദിക്ക് ഒരു വികാരമുണ്ടോ എന്നുള്ളതാണ്. ഓക്കെ, ദ ഇമോഷണൽ ഫ്ലോ ഓഫ് റിവർ. അതായത് സമ്മറിൽ ഒരു പക്ഷേ എന്താ പറയുക, നദി കരയുകയായിരിക്കാം എന്നാണ് കവി കാണുന്നത്. ഇറ്റ് റിഫ്ലക്ട്സ് ദ പവർ ആൻഡ് ഡെപ്ത് ഓഫ് റിവേഴ്സ് ഫീലിങ്സ്. അതായത് ബഹളം ഉണ്ടാക്കി പോകുമ്പോൾ, കരയുമ്പോൾ നാച്ചുറലി ശബ്ദം ഉണ്ടാവുമല്ലോ. അപ്പോൾ വേനൽക്കാലത്ത് അരുണാചൽ പ്രദേശിലെ നദികൾ എങ്ങനെയാണ് ഒഴുകുന്നത്, എനിക്ക് ചില ഭാഗത്ത് വാക്കുകൾ ഇതായിപ്പോണ്ട്, അത് ഞാൻ ചിരിച്ചത്. ഡു യു തിങ്ക് ദ പോം എൻഡ്സ് വിത്ത് ആൻ ഓപ്റ്റിമിസ്റ്റിക് നോട്ട് എന്ന് ചോദിക്കുന്നുണ്ട്. ദ പോം എൻഡ്സ് വിത്ത് ആൻ ഓപ്റ്റിമിസ്റ്റിക് നോട്ട്. എന്താണ് കാര്യം? ഇറ്റ് സ്പീക്സ് അബൌട്ട് ദ സൈക്ലിക്കൽ ആൻഡ് എറ്റേണൽ ആസ്പെക്ട് ഓഫ് ലൈഫ്. അതായത് ഒരു എന്താ പറയുക, ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്നൊരു കോൺസെപ്റ്റിനാണ് വരുന്നത്. അപ്പോൾ റിവർ റെപ്രസെൻറ്റ്സ് കണ്ടിന്യൂറ്റി എന്നാണ് പറയുന്നത്, ഇമ്മോർട്ടാലിറ്റി ഓഫ് വാട്ടർ. Then last one, what you mean by the expression sad wreath of tuberoses എന്ന് പറയുന്നുണ്ട്. ഇറ്റ് റെഫേഴ്സ് ടു ദ ട്രഡീഷണൽ ഫ്യൂണൽ റീത്ത് മെയ്ഡ് ഓഫ് ട്യൂബർ റോസ് ഫ്ലവേഴ്സ്. നമ്മുടെ നാട്ടിലെ റീത്തല്ല, അവരുടെ നാട്ടിലെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും കോമൻസും പറയണം. വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ. ദിസ് ഇസ് പ്രദീപ് ഹരിഹരൻ സൈനിങ് ഓഫ്.